الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والله جعل لكم من أنفسكم أزواجا وجعل لكم من أزواجكم بنين وحفدة ورزقكم من الطيبات أفبالباطل يؤمنون وبنعمة الله هم يكفرون. ബഹുമാന്യരായ സഹോദരങ്ങളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം വഴിപ്പെട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പദാനുപദം കഴിവിൻ്റെ പരമാവധി പിന്തുടർന്ന് മുത്തക്കികളായി ജീവിച്ച് മുത്തക്കികളായി മരിച്ച് മുത്തക്കികളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടുന്നതിന് വേണ്ടി പരമാവധി പരിശ്രമിക്കുകയും നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം നമ്മൾ ഓരോരുത്തരും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉമർ റളിയല്ലാഹു അൻഹുവിനരികിൽ ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞാൻ വലിയ സങ്കടത്തിലാണ്. എന്താണ് കാര്യം? എനിക്ക് ഞാനും പ്രായമായ ഉമ്മയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടെന്താ പ്രശ്നം? ഒന്നുമില്ല, ഉമ്മക്ക് വയ്യ, എഴുന്നേക്കാൻ വയ്യ, ഉമ്മയുടെ സഹായത്തിന് ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടെന്താ നീ സഹായിച്ചേക്ക്, സംരക്ഷിച്ചേക്ക്, ശുശ്രൂഷിച്ചേക്ക്. അതല്ല അമീറുൽ മുഅ്മിനീൻ, ഞങ്ങളുടെ രണ്ടുപേരുടെ നിത്യ ചെലവുകൾ, കാര്യങ്ങൾ, ചികിത്സ ഒക്കെ നടക്കണമെങ്കിൽ ഞാൻ പണിക്ക് പോകണം, ജോലിക്ക് പോകണം, എനിക്കൊരു വരുമാനവും വേറെ ഇല്ല. അതിനെന്താ? ഇത് രണ്ടും കൂടെ ഒന്നിച്ചെങ്ങനെ നടക്കും അമീറുൽ മുഅ്മിനീൻ? അപ്പോൾ ഖജനാവിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം എനിക്ക് കിട്ടിയാൽ നന്നായി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഇത് രണ്ടും ഒരുമിച്ച് നടക്കും. നീ പണിക്ക് പോകുന്നിടത്തേക്ക് ഉമ്മാനെ കൊണ്ടുപോയിക്കോ, എന്ന് പണിയെടുക്കുന്നിടത്ത് ഉമ്മാനെ അവിടെ വെച്ചിട്ട് നീ അവിടെ പണിയെടുത്തോ, വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ഉമ്മയെ കൊണ്ട് തിരിച്ചു പോന്നേക്ക്.
ഖലീഫയുടെ നിർദ്ദേശമായതിനാൽ ആ ചെറുപ്പക്കാരൻ മറുത്തൊന്നും പറയാതെ അത് പ്രാവർത്തികമാക്കി. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചിങ്ങോട്ട് തന്നെ വന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, അത് നടക്കണില്ല. ഉമ്മ നിരന്തരം നിത്യവും അസുഖത്തിന്റെ പിടിയിൽ അകപ്പെട്ട് തീരെ വയ്യാതാവുകയാണ്. അതുകൊണ്ട് ഉമ്മാനെ ഇനി പണിസ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റൂല. ഉമ്മാനെ ഞാൻ വീട്ടിൽ വെച്ച് നോക്കുക തന്നെ വേണം. എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനം വേണം. ഓ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുഹൃത്തെ, നിന്റെ ഉമ്മ പണ്ട് നിന്നെയും ചുമന്നുകൊണ്ട് ജോലിയെടുത്ത് ആണ് നിന്നെ വളർത്തി വലുതാക്കിയത്. അന്ന് ഓരോ ദിവസം കൂടുന്തോറും നീ ഭാരം, കനം, വലിപ്പമൊക്കെ കൂടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഉമ്മക്കൊരിക്കലും നീ ഒരു ഭാരമായി, ഒരു പ്രശ്നമായി, ഒരു തടസ്സമായി, ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ലല്ലോ. ഇപ്പോഴാവട്ടെ ഉമ്മ ഓരോ ദിവസവും കനവും തൂക്കവും ഒക്കെ കുറഞ്ഞു വരികയാണ്. നീ ആണെങ്കിൽ നല്ല ആരോഗ്യവാനുമാണ്. അതുകൊണ്ട് ഒന്നുകിൽ നിന്റെ ഉമ്മ മരിക്കുക, അല്ലെങ്കിൽ നീ മരിക്കുക. അതുവരെ നീ ഉമ്മയെ സംരക്ഷിച്ചേ പറ്റൂ. മോമിനികളെ, ഞാനിതിവിടെ പറയാനൊരു പ്രത്യേകമായ കാരണമുണ്ട്. മറ്റൊരിക്കൽ തിരക്കേറിയ ഹജ്ജ് വേളയിൽ മതാഫിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഒരു അത്ഭുതകരമായ കാഴ്ച. ചരിത്രം അത് മകന്റെ ചുമലിൽ ആണ് ഉമ്മ ഇരുന്നിരുന്നത് എന്നും ഉമ്മയെ ഒരു കുട്ടയിലാക്കി മകൻ ചുമലിൽ വെച്ചിരുന്നതാണ് എന്നും ഒക്കെ പറയുന്നു. എന്തായാലും ഉമ്മയെയും ചുമന്നുകൊണ്ട് ഇങ്ങനെ മത്താഫിൽ തിരക്കിലൂടെ ഹജ്ജ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ, അത് കണ്ട സന്തോഷത്തോട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവനെ പോയി പരിചയപ്പെട്ട് അവനൊരു അഭിനന്ദനവും പ്രത്യേക പ്രാർത്ഥനയും ഒക്കെ കൊടുത്തു. അതിൽ ആ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് ഈ കുട്ടി ചോദിച്ച്, ഇബ്നു ഉമർ, എൻ്റെ ഉമ്മയോടുള്ള ബാധ്യത തീർക്കാൻ എനിക്ക് സാധിച്ചല്ലോ അല്ലേ? അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല സഹോദരാ, ഉമ്മ കുഞ്ഞുനാളിൽ നിനക്ക് പൊഴിച്ചു തന്ന ആ പാൽപുഞ്ചിരി ഉണ്ടല്ലോ, അതിലൊന്നിനു പോലും ഇത് സമമായിട്ടില്ല. മുഅ്മിനീങ്ങളെ, നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റുപാടുകളിലും നാട്ടിലുമുള്ള പ്രായമായ ആളുകൾ, അങ്ങേ അറ്റത്തെ അകാല വാർദ്ധക്യത്തെക്കുറിച്ചല്ല നമ്മുടെ സംസാരം. പ്രായമായ ആളുകൾ നമ്മുടെ പള്ളി ഉൾപ്പെടെയുള്ള മതസ്ഥാപനങ്ങൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് കോടികൾ വിലമതിക്കുന്ന ഭൂസ്വത്ത് ദാനം ചെയ്തവരാണ് അവരിൽ പലരും. ഏക്കർ കണക്കിന് ഭൂമിയും കെട്ടിടങ്ങളും അള്ളാഹ്ക്കു വേണ്ടി, ദീനിനു വേണ്ടി, മുസ്ലിം സൊസൈറ്റിക്ക് വേണ്ടി വഖഫ് ചെയ്തവർ, വസിയത്ത് ചെയ്തവർ, ദാനം ചെയ്തവർ അക്കൂട്ടത്തിലുണ്ട്. അതിന് കഴിവില്ലാത്തതിൻ്റെ പേരിൽ കൈമയും മറന്ന് തങ്ങളുടെ ആരോഗ്യം മുഴുവനും അവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി, അത് വിജയിപ്പിക്കാൻ വേണ്ടി വർഷങ്ങളോളം അഹോരാത്രം പണിപ്പെട്ടവർ അക്കൂട്ടത്തിലുണ്ട്. ഇന്നു പക്ഷേ അവരുമായി നമ്മുടെ ബന്ധം എന്താണ് എന്നതാണ് ചർച്ച. നമ്മുടെ നാട്ടിലും വീട്ടിലുമുള്ള കാരണവന്മാരുമായി, പ്രായമായവരോട് നമ്മുടെ ചെറുപ്പക്കാർക്ക് നമുക്കുള്ള ബന്ധവും കമ്മിറ്റ്മെന്റും സമീപനവും എന്താണ്? അവരിന്ന് പഴഞ്ചന്മാരാണ്, നമ്മുടെ പുതിയ കാല കാഴ്ചപ്പാടുകൾക്ക് അവർ അനുഗുണമാകുന്നില്ല എന്നതിനാൽ രണ്ടു തരം വൈബുകളാക്കി അതിനെ മാറ്റി, തന്ത വൈബ്, യൂത്ത് വൈബുമാക്കി അതിനെ മാറ്റി അവഗണിച്ച്, അപമാനിച്ച്, ഒന്നുമല്ലാതെ ഒരു അരുക്കാക്കുന്ന സമ്പ്രദായം വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് സത്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട ഈ പ്രായക്കാർ മനസ്സിലാക്കേണ്ടത്, വൃദ്ധൻ, വാർദ്ധക്യം എന്നത് ഭാഷാപരമായ ചർച്ചയിൽ തന്നെ വൃദ്ധൻ എന്നാൽ വൃദ്ധി പ്രാപിച്ചവൻ, വളർച്ച പ്രാപിച്ചവൻ എന്നാണ് അർത്ഥം, ഒന്നിനും കൊള്ളാത്തവൻ എന്നല്ല.
അനുഭവം കൊണ്ട് പരിചയം കൊണ്ട് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി ലോകത്ത് നിന്ന് ചുറ്റുപാടുകളിൽ നേടിയെടുത്ത അറിവ് കൊണ്ട് പക്വമായ കാഴ്ചപ്പാടുകൾ ഉള്ളവൻ എന്നാണ് വൃദ്ധൻ എന്നാൽ മലയാള ഭാഷയിൽ അർത്ഥം. ആ പക്വതയ്ക്ക് മുമ്പിൽ നമ്മൾ ചെറുപ്പക്കാരുടെ അപക്വമായ നിലപാടുകൾ പലപ്പോഴും ഏറ്റുമുട്ടലുണ്ടാക്കുന്നു. അവരുടെ ശാരീരികമായ ആരോഗ്യം അല്പം കുറഞ്ഞു എന്ന് മാത്രമല്ലാതെ അവരുടെ ചിന്താഗതിക്കും കാഴ്ചപ്പാടുകൾക്കും ഒന്നും ഒരു കാലത്തും വില കുറയുകയില്ല. നോക്കൂ, നിങ്ങൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആ മഹാപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കപ്പൽ ഉണ്ടാക്കുന്നത് ഈ വാർദ്ധക്യ സമയത്താണ്. ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിക്കുന്നതും അദ്ദേഹത്തിന് മക്കൾ ഉണ്ടാകുന്നതും ഇതേ സമയത്താണ്. നോക്കൂ, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാത്ത മുഴുവൻ പ്രവാചകന്മാരുടെയും പ്രവാചകത്വ ജീവിതത്തിന്റെ ദൗത്യ നിർവഹണത്തിന്റെ അവസാന ഭാഗം, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെയും കടന്നുപോയത് ഈ വാർദ്ധക്യ സമയത്താണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പുറപ്പെടുന്നത് 53-ാമത്തെ വയസ്സിലാണ്. നമുക്കറിയാം, അതിനുശേഷം അവിടെ നിന്ന് നേർക്ക് നേരെ നേതൃത്വം കൊടുത്ത് 27 പോരാട്ടങ്ങൾ നടന്നു അല്ലെ. 61, 62, 63 വയസ്സുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ മക്ക കീഴ്പ്പെടുന്നതും ഹുനൈനും തബൂക്കും ഉൾപ്പെടെയുള്ള മഹായുദ്ധങ്ങൾ സംഭവിക്കുന്നതും. അപ്പൊ എന്റെ പ്രിയപ്പെട്ട എന്റെ പ്രായക്കാർ, അതായത് വൃദ്ധരെന്ന് തള്ളിക്കളഞ്ഞ നാട്ടുകാർ തള്ളിക്കളഞ്ഞ അവഗണിച്ച മക്കൾ മൂലക്കാക്കിയ ആളുകൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കാലം കഴിയുകയല്ല ചെയ്തിട്ടുള്ളത്. നമ്മൾ നമ്മുടെ വളർച്ചയുടെ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തി നിൽക്കുന്ന പ്രായമാണ്. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടാതെ ഒരു മൂലയിൽ ഒതുങ്ങാതെ കർമ്മനിരതരാവാനുള്ള കാലമാണ് നമുക്ക് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയുക. മാത്രവുമല്ല, ജീവിതാന്ത്യത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്നത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ നമുക്കറിയാം. യഥാർത്ഥത്തിൽ ഒരു ഓട്ടക്കാരൻ ഓട്ടത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്ന സമയം ആദ്യത്തിലോ മധ്യത്തിലോ അല്ല. എപ്പോഴാണ്? അവസാന ലാപ്പിലാണ്. ജീവിതത്തിന്റെ അവസാന ലാപ്പിൽ, പരലോകത്തേക്കുള്ള മരണപ്പാച്ചിലിന്റെ അവസാന ലാപ്പിൽ എത്തിക്കൊണ്ടിരിക്കുന്ന നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി നേടുവാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ എത്രമാത്രം വൃത്തിയായി ചെയ്യാൻ കഴിയുമോ, എത്രമാത്രം വർദ്ധിപ്പിച്ച് ചെയ്യാൻ കഴിയുമോ അതൊക്കെയും ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടുന്ന കാലമാണ് വാർദ്ധക്യം. പ്രിയപ്പെട്ട മക്കൾ, ഞങ്ങൾ ഉൾപ്പെടെയുള്ള മക്കൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, മക്കളെ, ഈ പഴുത്ത ഇല ഇന്ന് വീഴുന്നത് കണ്ട് നിങ്ങൾ അഹങ്കരിക്കരുത്. നാളെ നിങ്ങളും പഴുക്കാനുള്ളവരാണ്. അങ്ങനെയുള്ള മലയാളത്തിൽ ചൊല്ല്. പഴുത്ത പിലാവില വീഴുന്നത് കണ്ട് പച്ചപ്പിലാവില അഹങ്കരിച്ചാൽ നാളെ ഈ പച്ചപ്പിലാവിന്റെ ഇലയും പഴുക്കേണ്ടതാണ് എന്ന ഓർമ്മയുണ്ടാവണം. മാത്രമല്ല, ഈ നമ്മുടെ വീട്ടിലുള്ള മാതാപിതാക്കളും നമ്മുടെ ചുറ്റുപാടുകളിലുള്ള വൃദ്ധനായ ഈ മനുഷ്യരുടെയും അധ്വാനത്തിന്റെ തറയിലാണ് നമ്മളിപ്പോൾ നമ്മളുടെ മണിമാളികകൾ കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. നമ്മൾ ഇങ്ങനെയൊക്കെ ആയിത്തീരുവാൻ വേണ്ടിയാണ് സത്യത്തിൽ അവരുടെ ജീവിതം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതും തീർത്തിട്ടുള്ളതും എന്നത് വാസ്തവമാണ്. അവരുടേതാണ് നമ്മൾ ഇന്ന് എന്താണോ അത് അവരാകുന്നു എന്ന് വേണമെങ്കിൽ കൃത്യമായിട്ട് പറയാം അല്ലേ. നമ്മൾ ഇന്ന് ആരാണോ അത് അവരുടെ വിയർപ്പിന്റെ, അവരുടെ കണ്ണീരിന്റെ, അവരുടെ പ്രാർത്ഥനയുടെ, അവരുടെ ഉറക്കമൊഴിച്ചുള്ള കാത്തിരിപ്പിന്റെ ഫലമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കാനുള്ളത്, പരിശുദ്ധ ഖുർആൻ പ്രായമായവരോട്, പ്രത്യേകിച്ച് മാതാപിതാക്കളോട് നമുക്ക് മക്കൾക്കുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് തന്നത് എന്നത് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിയായി, അള്ളാഹുവിന്റെ കർശനമായ കൽപ്പനയായി, അള്ളാഹുവിന്റെ അതിശക്തമായ നിരോധനമായി, അള്ളാഹുവിന്റെ ഉപദേശമായി 4 തരത്തിൽ പരിശുദ്ധ ഖുർആനിൽ വന്ന ഒരു വിഷയം, അത് മാതാപിതാക്കളോടുള്ള പെരുമാറ്റ മര്യാദകളെ കുറിച്ചുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ഏറ്റവും വലിയ പുണ്യം എന്തെന്ന ചോദ്യത്തിന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. പുണ്യങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് അള്ളാഹുവിന് മാത്രമുള്ള ഇബാദത്ത് തൗഹീദും, 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് മാതാപിതാക്കളോടുള്ള ഏറ്റവും മികച്ച രൂപത്തിലുള്ള പെരുമാറ്റ മര്യാദകളുമാകുന്നു എന്നാണ്.
പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും വലിയ പാപങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് അലാ ഉനബ്ബിഉകും ബി അക്ബരിൽ കബായിർ, പാപങ്ങളിൽ വെച്ച് കൊടിയ പാപങ്ങളുടെ ലിസ്റ്റ് വേണമോ നിങ്ങൾക്ക്? ഇതാ കേട്ടോളൂ, അൽ-ഇസ്റാഖു ബില്ലാഹി വഉഖൂഖുൽ വാലിദൈൻ എന്നാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതാണ് കഠിനമായ കൊടിയ പാപങ്ങളിൽ ഒന്ന്. രണ്ടാമത്തത് മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നത്. പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ പറഞ്ഞത് അൽ ആബാഉ വൽ ഉമ്മഹാത്തു ബാബും മിൻ അബ്വാബിൽ ജന്ന, മാതാപിതാക്കൾ നമ്മുടെ സ്വർഗ കവാടങ്ങളാകുന്നു. ഫമൻ അറാദ യഫ്തഹ ദാലികൽ ബാബ, ആ വാതിൽ തുറന്നു കിട്ടണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവനവന്റെ മാതാപിതാക്കളോട് മാന്യതയില്ലാത്ത പെരുമാറ്റമില്ലാതെ ഏറ്റവും ആദരപൂർവ്വം ഇടപെട്ടുകൊള്ളട്ടെ എന്നാണ് ഈ ആയത്തുകളും ഹദീസുകളും ഒക്കെ നമ്മളോട് പറയുന്നത്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നലെ പിന്നെ ഞാൻ ഒരാൾ വന്നിട്ട് പറഞ്ഞത് ഒക്ടോബർ 1-ാം തീയതി അന്താരാഷ്ട്ര വയോജന ദിനമാണ്, അത് നമ്മുടെ ഖുതുബക്ക് വിഷയമാക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ ഒരു ദിനത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. മുസ്ലിമീങ്ങൾക്ക് അവരവന്റെ മാതാപിതാക്കളോട് ആദരവ് പുലർത്തണമെന്ന് ബോധ്യപ്പെടാൻ അങ്ങനെ ഒരു ദിവസത്തിന്റെ ആവശ്യം ഉണ്ടാകാൻ പാടുണ്ടോ? ഇല്ല. ഒക്ടോബർ 1 വരുന്നതിന് മുമ്പ് ഈ മുസ്ലിമീങ്ങൾ അവരുടെ മാതാപിതാക്കളോ മക്കളായ നമ്മളോ മരണപ്പെട്ടു പോകേണ്ടവരല്ലേ? ആണ്. സ്വർഗ കവാടം എവിടെയാണെന്ന് ചോദ്യത്തിന്റെ ഉത്തരങ്ങളിൽ ഒന്ന് അത് മാതാവിന്റെ കാൽച്ചുവട്ടിലാണെന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ, അല്ലേ? റബ്ബിന്റെ തൃപ്തി നമുക്ക് കിട്ടിയിരിക്കുന്നുവോ എന്ന ചോദ്യത്തിന് ഉത്തരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അടയാളം റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ, നിന്റെ മാതാപിതാക്കൾക്ക് നിന്നോട് തൃപ്തിയാണോ, സന്തോഷമാണോ, അവർ നിന്നിൽ സംപ്രീതരാണോ എങ്കിൽ നിനക്ക് ഉറപ്പിക്കാം നിന്റെ റബ്ബിനും നിന്നോട് തൃപ്തിയാണ് എന്ന്. വസുഖ്തുല്ലാഹി, അവർക്ക് നിന്നോട് വിഷമമാണോ, പിണക്കമാണോ, എതിർപ്പാണോ, കോപമാണോ, അവർക്ക് നിന്നോട് ശത്രുതയാണോ, വൈരാഗ്യമാണോ, ഉറപ്പിച്ചുള്ളൂ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനും നിന്നോട് ദേഷ്യമാകുന്നു, കോപമാകുന്നു എന്ന്. ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിന്റെ അനുയായികൾ വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ആയത്തുകൾ ഇങ്ങനെ വരുമ്പോ, സൂറത്ത് ഇസ്രാഇന്റെ 23, 24 ആയത്ത് ഇങ്ങനെ വരുമ്പോ അവിടെ എന്റെ മക്കൾ മനസ്സിലാക്കാൻ, ഞാൻ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക കാര്യം, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് നീ പ്രാർത്ഥിക്കണം എന്നാണ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഒന്ന് വായിച്ചോക്കാണ്, കമാ റബ്ബയാനി സഗീറ, എന്റെ കുഞ്ഞുനാളിൽ എന്നെ പോറ്റി വളർത്തിയതുപോലെ, എന്നെ സംരക്ഷിച്ചതുപോലെ. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ചോക്കാണ്. ഒന്ന് വീടാൻ സമ്മതിക്കാതെ വിരൽ കൊണ്ടുവന്നവരാണവർ, അല്ലേ? വിശക്കുന്നതിന് മുമ്പ് ഭക്ഷണം കൊണ്ടുവന്നവരാണവർ, ദാഹിക്കുന്നതിന് മുമ്പ് വെള്ളം കൊണ്ടുവന്നവരാണവർ. നമുക്കൊരു കരച്ചിലിന് തുടക്കം വന്നപ്പോൾ കണ്ണിന് വേദന, വയറുവേദന എന്ന് തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചവരാണവർ. നമുക്കൊരു ഷൂ വേണം, ഒരു ചെരുപ്പ് വേണം എന്ന് പറഞ്ഞപ്പോ ആശുപത്രിയിൽ പോകാൻ എടുത്തു വെച്ച പൈസ, ആശുപത്രിയില്ല, ചികിത്സയില്ല, അത് മോന് ഷൂ വാങ്ങാൻ കൊടുക്കാം എന്ന് ഐക്യകണ്ഠ്യേന സന്തോഷത്തോടു കൂടി തീരുമാനിച്ചവരാണവർ. നമുക്കൂട്ടുവാൻ വേണ്ടി ഭക്ഷണം ഉപേക്ഷിച്ചവരാണവർ. നമ്മളെ പഠിപ്പിക്കുവാൻ വേണ്ടി സ്വന്തം വിദ്യാഭ്യാസം ഒഴിവാക്കിയവരാണവർ. നമ്മുടെ സൗകര്യത്തിനു വേണ്ടി സ്വന്തം സൗകര്യങ്ങളൊക്കെ ഒഴിവാക്കിയവർ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, എന്താണോ എന്റെ കുഞ്ഞുനാളിൽ അവർക്ക് എന്നോടുണ്ടായിരുന്ന കാഴ്ചപ്പാട്, അതേ കാഴ്ചപ്പാട് ഇപ്പോൾ അവരുടെ വിഷയത്തിലും കാണിക്കാൻ എനിക്ക് തൗഫീക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച മതം, അല്ലേ? വലാ തഖുൽ ലഹുമാ ഉഫിൻ, അവർക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു നേരിയ സ്വരം പോലും ഉണ്ടാകാവതല്ല. വലാ തൻഹറുഹുമാ, അവർക്ക് ബേജാറുണ്ടാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന, പേടിയുണ്ടാക്കുന്ന യാതൊന്നും ഉണ്ടാകാൻ പാടില്ല, വാക്കോ പ്രവൃത്തി ഉണ്ടാകാൻ പാടില്ല. വലാ വഖുൽ ലഹുമാ ഖൗലൻ കരീമ, ആദരപൂർവമല്ലാതെ, മാന്യമായിട്ടല്ലാതെ, ബഹുമാനത്തോടല്ലാതെ അവരോട് സംസാരിക്കാവതല്ല. പ്രിയപ്പെട്ട മക്കളൊന്ന് ആലോചിച്ച് നോക്കാണി. ഈ പറഞ്ഞ വിശുദ്ധ ഖുർആന്റെ വചനവുമായി
വചനങ്ങളുമായി നമ്മളുടെ ഇസ്ലാമിക ജീവിതത്തിന്, നമ്മുടെ വീട്ടിലുള്ള മാതാപിതാക്കളോടുള്ള നമ്മുടെ പെരുമാറ്റത്തിന് എന്ത് ബന്ധമാണുള്ളത് എന്ന് ആലോചിച്ച് നോക്കാണ്. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വസ്വൈനിൽ ഇൻസാന ബി വാലിദൈഹി എന്ന് പറഞ്ഞ സൂറത്തുൽ ലുഖ്മാൻ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ അള്ളാഹു പറയും അനിഷ്കുർലി വലി വാലിദൈക ഇലയ്യൽ മസീർ. നിന്റെ ജനനത്തിന്, ജന്മത്തിന്, ജീവിതത്തിന് പ്രത്യക്ഷ കാരണക്കാരായ നിന്റെ മാതാപിതാക്കളോടും അതിന്റെ പരോക്ഷ കാരണക്കാരനായ എന്നോടും നീ നന്ദിയുള്ളവനാവണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഇലയ്യൽ മസീർ, നീ തിരിച്ചു വരേണ്ടത് എന്റെ അരികിലേക്കാണെന്ന് നിനക്ക് ഓർമ്മ വേണമെന്ന്. സുബ്ഹാനല്ലാഹ്. എന്താ പറയാ? നീ തിരിച്ചു വരേണ്ടത് ഇവിടേക്കാണ്, വെച്ചിട്ടുണ്ട് ഞാൻ എന്നല്ലേ അതിന്റെ അർത്ഥം. വെച്ചിട്ടുണ്ട് ഞാൻ. ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികൂ ബില്ലാഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാനാ. ഹറാമായ കാര്യങ്ങൾ പറയാം, അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്, മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, അല്ലേ? വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്നൻ, മാതാപിതാക്കളോട് മാന്യമായി മാത്രമേ പെരുമാറാവൂ. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ, അല്ലാഹുവെ മാത്രമേ ആരാധിക്കാവൂ, അവനിൽ പങ്കു ചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് മാന്യമായി, അന്തസ്സായി, ആദരപൂർവം, ബഹുമാനത്തോടെ ഇടപെടണം. അപ്പൊ മാതാപിതാക്കൾ എന്ന പരിപ്രേക്ഷ്യത്തിന് ഉൾപ്പെടേണ്ടത് എന്താണ്? ഞാൻ വെറുതെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടിയ ഒരു പോയിന്റ്, എനിക്ക് ഒരു ടൂറ് പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോ, അല്ലേ, സ്കൂളിൽ നിന്നൊരു യാത്ര പോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോ അധ്യാപകർ പറഞ്ഞു, ഞാനത് എൻ്റെ വീട്ടിൽ പറഞ്ഞു. എൻ്റെ വീട്ടുകാർ അതിന് പൈസ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? എൻ്റെ പ്രായക്കാരൻ ആലോചിച്ച് നോക്കാണ്. എൻ്റെ ഉപ്പ അതിന് പൈസ കൊടുക്കുന്നത് ഇവിടുന്നാണ്. എത്ര കഷ്ടപ്പെട്ടാണ് അത് ഉണ്ടാക്കിയത്. ആ വാപ്പ ഇന്ന് ജീവിച്ചിരിക്കുന്നു. ആ വാപ്പക്ക് പക്ഷേ തൻ്റെ കൂട്ടുകാരെ ഒന്ന് പോയി കാണാൻ, ആ വാപ്പ വാങ്ങിയ വണ്ടി അവിടെ പോർച്ചിലുണ്ട്, അത് ഓടിക്കാൻ അറിയാവുന്ന മക്കൾ, പേരെ കുട്ടികളുണ്ട്, ഒന്ന് കൊണ്ടുപോയി ആ കൂട്ടുകാരുടെ അടുത്തേക്കൊന്ന് കൊണ്ടുപോകാൻ, അപ്പുറത്തെ ഒരു ക്ലബിലൊന്ന് പോയിട്ട്, പള്ളിയിലൊന്ന് പോയിട്ടൊന്ന് നിസ്കരിക്കാൻ, കൂട്ടുകാരുമായിട്ടൊന്ന് സംസാരിക്കാൻ, കുടുംബക്കാരെ ഒന്ന് കാണാൻ, ഒന്ന് തൊട്ടടുത്ത ടൂറിസ്റ്റ് ഒരു വിനോദസഞ്ചാരത്തിന് നമുക്കൊന്ന് പോകല്ലേ മക്കളെ എന്ന് ചോദിച്ചാൽ ഒന്ന് കൊണ്ടുപോയാക്കാൻ പറ്റുന്ന, അതിന് സമയം കണ്ടെത്താൻ കഴിയുന്ന എത്ര മക്കളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? എത്ര മക്കളുണ്ട്? ഇപ്പൊ ഇവിടെ വെച്ച് ഈ പള്ളി മെമ്പറിൽ ഈ ജുമാ കഴിഞ്ഞിട്ട് നമ്മൾ ഈ പള്ളിയിൽ 60 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ ഒരു ദിവസത്തെ ഒരു വിനോദസഞ്ചാരം നിശ്ചയിച്ചിരിക്കുന്നു. ആളുകൾ താല്പര്യമുള്ളവരെന്ന് പേര് തരിക എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ എത്രയോ ആളുകൾ അതിനുണ്ടാകും. കാരണം വീട്ടിൽ നിന്ന് അവർക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യമില്ല, അങ്ങനെ ഒരു സാഹചര്യമില്ല. ആരാണ് ഉത്തരവാദി? ആരാണ് ഉത്തരവാദി? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. മോമിനീങ്ങളെ, ഇതിവിടെ ഒന്നും അവസാനിക്കുന്ന കാര്യമില്ല. ഒന്നുകൂടെ ഒന്ന് ആത്മാർത്ഥതയോടുകൂടി ഒന്ന് ആലോചിക്കുക. കുടുംബം എന്നത് കേവലം മാതാപിതാക്കളും മക്കളും ഉൾപ്പെടുന്ന, കുറച്ച് കഞ്ഞിയും കൂട്ടാനും വെച്ചുന്ന, ചികിത്സിക്കാൻ കഴിയുന്ന, നല്ല വസ്ത്രം കൊടുത്താൽ അവിടെ മാത്രം അവസാനിക്കുന്ന ഒരു പ്രതിഭാസമല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഇലയിൽ മസീർ, ഇവിടെ വരേണ്ടി വരും, ഇവിടക്ക് വരേണ്ടി വരും. ഇവിടെ ഞാൻ അതിന് കണക്ക് ചോദിക്കും. നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരോട് നീ തിരിച്ചെന്ത് ചെയ്തു എന്നതിന് നീ എന്നോട് കണക്ക് പറയേണ്ടി വരും. ആ കണക്കൊന്ന് കൂട്ടി നോക്കാണ്. നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് എൻ്റെ പ്രിയപ്പെട്ടെന്ന് ഇപ്പം നമുക്കൊരു ഇന്നോടത്തേക്ക് ഒരു യാത്ര ഒന്ന് പോവല്ലേ, നാളെ അവിടെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ട, രാവിലെ പോവല്ലേ എന്ന് വെച്ചാൽ പോകുമ്പോൾ പറയും, മോനെ ഞാനിത് കുറെ കാലായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, പെങ്ങളുടെ വീട്ടിലൊന്ന് പോകണം എന്ന് വിചാരിക്കുന്നു, എനിക്ക് ഒഴിവില്ലാത്തതുകൊണ്ട് എന്താ എന്നോട് പറയാന്ന് വിചാരിച്ചിട്ട് ഞാൻ മിണ്ടാതെ നിന്നതാന്ന് പറയുന്ന മാതാപിതാക്കൾ ഈ കൂട്ടത്തിൽ ഒരുപാട് ഉണ്ടാകും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇതൊരു വൈകാരികമായി തന്നെ നമ്മൾ സമീപിക്കണം. വൈകാരികമായി തന്നെ അവരുടെ ന്യായമായ ദുന്യവിയായ ആഗ്രഹങ്ങൾ, അവരുടെ അർഹതപ്പെട്ട ഉഖ്റവിയായ ആഗ്രഹങ്ങൾ അത് നിറവേറ്റി കൊടുത്തേ പറ്റൂ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്ന് ചോദിച്ചല്ലോ, യാ റസൂലല്ലാഹ് ഹൽ ബഖിയ ശൈഉം മിൻ ബിർരി അബവയ്യ അബറുഹുമാ ബഅദ മൗതിഹിമാ. എന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയി, ജീവിതകാലത്ത് അവരോട് ചെയ്യാവുന്ന അത്രയും പരമാവധി ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ട്, സേവിച്ചിട്ടുണ്ട്. ഇനി അവർക്ക് വല്ലതും ബാക്കിയുണ്ടോ ഞാൻ ചെയ്യാൻ? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം ഖിസാലു അർബഇൻ, ഇനിയും 4 കാര്യങ്ങളുണ്ട് നീ അവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കാൻ. ഒന്ന് അസ്സലാത്തു അലൈഹിമാ വൽ ഇസ്തിഗ്ഫാറു ലഹുമാ, അവർക്ക് വേണ്ടി നമസ്കരിക്കുകയും പാപമോചന പ്രാർത്ഥന നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. 2 വഇൻഫാദു അഹദിഹിമാ,
അവർ ആർക്കെങ്കിലും എന്തിനെങ്കിലും എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു ഏറ്റിട്ടുണ്ടെങ്കിൽ ആ വാക്ക് നിങ്ങൾ പൂർത്തീകരിക്കണം. അവരായിട്ട് പറഞ്ഞുപോയ വാക്കുകൾ പൂർത്തീകരിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. മൂന്നോ അവരുടെ ചങ്ങാതിമാരെ അവരെ ആദരിച്ചതുപോലെ ആദരിക്കണം. അവിടെയാണ് നമ്മുടെ നാട്ടിലെ മുഴുവൻ വൃദ്ധന്മാരും അല്ലേ, ജാതി മത വ്യത്യാസമില്ലാതെ മുഴുവൻ വയസ്സായ ആളുകളും ഈ ഒരു ഹദീസിന്റെ പശ്ചാത്തലത്തിലാണ് വരിക. വൈക്റാമു സ്വദീഖിഹിമ, മാതാപിതാക്കളുടെ ചങ്ങാതിമാർ. അതിന് മതവ്യത്യാസമുണ്ടോ? ഇല്ല. അത് മാതാപിതാക്കൾ എങ്ങനെയാണോ ആ ബന്ധത്തെ കൊണ്ടു നടന്നിരുന്നത്, അതേ ഊഷ്മളതയോടെ, അതേ സ്നേഹത്തോടെ, അതേ ആദരവോടെ അത് കൊണ്ടു നടക്കണം അല്ലേ. അവിടെ അയൽപ്പക്കത്ത് ഒരാളും രോഗത്തിന് ചികിത്സയില്ലാതെ നിങ്ങൾ പുതിയൊരു പ്രവണത, കുറ്റം പറയല്ല. നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് അസുഖം വന്ന് പ്രായമായ ആൾക്ക് നമ്മൾ ആദ്യം തിരയുടെ സംഭവം എന്താണെന്നറിയോ? വാപ്പാനെ ചികിത്സിക്കാൻ എന്ത് ചെയ്യണം, ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നല്ല, ആ പാലിയേറ്റീവ് കെയറിന്റെ നമ്പർ ഒന്നും തന്നാണ് ഇതാ പറയാ. നമുക്ക് ഒഴിവില്ല അല്ലേ നമ്മളാപ്പാനെ ചികിത്സിക്കാനേ, നമ്മളമ്മാനെ ഒന്ന് തുടച്ചു കൊടുക്കാനേ, കുളിപ്പിച്ചു കൊടുക്കാനേ, അവര് മുറി ഒന്ന് വെട്ടിക്കൊടുക്കാനേ നമുക്ക് ഒഴിവില്ല. ഒരു കുളി കൊടുക്കാൻ ഒഴിവില്ല. നമുക്ക് പറ്റൂല, മനസ്സുമില്ല. എന്നിട്ട് നമ്മൾ 5 നേരവും പള്ളിയിലാണ് താനും അല്ലേ. നമ്മുടെ ചുറ്റും ഓരോ ഖുർആൻ ഓതുന്നുണ്ട്. പാലിയേറ്റീവ് ചികിത്സകർ വേണ്ട, മോശമെന്നല്ല ഞാൻ പറയുന്നത്. ഈ സമുദായത്തിന് അതിന് ആവശ്യമുണ്ടാവരുത്. നമുക്ക് അസുഖമായപ്പോ അവർ പാലിയേറ്റീവ് വരെ നോക്കിയിട്ടില്ല. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, എന്താണോ അവർ എന്നെ ചെയ്തൊരു കുട്ടിക്കാലത്ത് അത് തിരിച്ച് അവർക്കും കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവണം അല്ലേ. അപ്പോ 4-മത്തത് പറഞ്ഞത് സിലത്തുർ റഹ്മുല്ലത്തി ലാ സിലത ഇല്ലാ ബിഹിമ, അവരിലൂടെ ചെന്നെത്തുന്ന കുടുംബങ്ങൾ, വാപ്പയുടെ ജ്യേഷ്ഠന്മാർ, അനിയന്മാർ, പെങ്ങന്മാർ, അവരുടെ മക്കൾ അല്ലേ, ഉമ്മയുടെ ആങ്ങളമാര്, പെമ്മയുടെ അനിയത്തിമാർ, ജ്യേഷ്ഠത്തിമാർ, അവരുടെ മക്കൾ, അവരിലൂടെ ചെന്നെത്തുന്ന കുടുംബങ്ങളെ അവർ അടുപ്പിച്ചു നിർത്തിയതുപോലെ തന്നെ അടുപ്പിച്ചു നിർത്തണം എന്നെല്ലാം വിശാലമായ താല്പര്യത്തോടു കൂടി ഇസ്ലാം സ്വീകരിച്ച നിർദ്ദേശങ്ങൾ നൽകിയ മേഖലയാണ് കുടുംബവും മാതാപിതാക്കളും വാർദ്ധക്യത്തിലുള്ളവരും എന്നത് നമ്മൾ ഉൾക്കൊള്ളുക. ആദരിക്കേണ്ടവരെ ആദരിക്കാൻ പഠിക്കുക, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കേണ്ട വിധത്തിൽ ബഹുമാനിക്കുക, സേവിക്കേണ്ടവരെ സേവിക്കേണ്ട വിധം സേവിക്കുക, സഹായിക്കേണ്ടവർക്ക് ഒരു മുട്ടുമില്ലാതെ ഒരു തടസ്സവുമില്ലാതെ സമയാസമയങ്ങളിൽ സഹായം എത്തുന്നു എന്നും അതിൽ എൻ്റെ ഒരു പങ്കുണ്ട് എന്നും ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇസ്ലാം, നമ്മുടെ ഈമാൻ, നമ്മുടെ പരലോക ബോധം അതിന് നമ്മൾ പ്രാപ്തരാക്കേണ്ടതുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ വഹസ്സന ഉലൈക റഫീഖ. അമ്മാ ബഅദ് അയ്യുഹൽ ഇഖ്വാൻ ഇത്തഖുല്ലാഹ വകൂനൂ ഇബാദല്ലാഹ്. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പിന്തുടരുന്നവരായി ജീവിക്കാനും മരിക്കാനും സ്വന്തം മാതാപിതാക്കളോടും നാട്ടിലെ പ്രായമായവരോടും അങ്ങേയറ്റം ആദരവും ബഹുമാനവും കാരുണ്യവും ഉള്ളവരാകാനും ശ്രമിക്കുക, പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു സംഗതിയും കൂടെ, വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ എന്നാണ്. വഖുർ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പറയുന്നതിന് മുൻപ് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ മുഅ്മിനീങ്ങളെ എന്ന് പറഞ്ഞു. വല്ലാത്തൊരു പ്രയോഗമാണത്. പ്രാർത്ഥന അതിൻ്റെ അവസാനത്തിലേക്കാണ് വന്നത്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അവരോടുള്ള പെരുമാറ്റ മര്യാദകളിൽ ജാഗ്രത കാണിക്കണം. അവർക്ക് വിഷമങ്ങൾ ഉണ്ടാക്കരുത്, അവരെ വെറുപ്പിക്കരുത്, അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ആണ് ആദ്യത്തെ കണ്ടീഷൻ, നിർദ്ദേശം. രണ്ടാമത്തെ നിർദ്ദേശം വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, നീ ഇന്ന് കഴിവുള്ളവനാണ്, ആരോഗ്യമുള്ളവനാണ്, അവരത് കുറഞ്ഞുകൊണ്ടേ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിന്റെ കുഞ്ഞുനാളിൽ ഒന്നിനും കഴിയാത്ത കാലത്ത് നിനക്ക് സംരക്ഷകരായി അവരെങ്ങനെ നിന്നുവോ, നിന്റെ കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്കുമേൽ വിടർത്തുക, താഴ്ത്തുക എന്നാണ്. നിന്നെ പൊതിഞ്ഞു പിടിച്ചവരെങ്ങനെ സംരക്ഷിച്ച് നിന്റെ കാര്യങ്ങൾ ഒരു മുട്ടുമില്ലാതെ കൊണ്ടു നടത്തിയോ അതു പ്രകാരത്തിൽ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ,
നിനക്കവരോട് കാരുണ്യമുണ്ടാവേണ്ടുന്ന സമയമാണിത്. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണല്ലോ പറയുന്നത്, വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖി അഫലാ യഅഖിലൂൻ. പ്രായം കൂടുന്തോറും പഴയ പ്രയാസങ്ങളിലേക്ക്, ദൗർബല്യങ്ങളിലേക്ക്, നിസ്സഹായാവസ്ഥയിലേക്ക് മനുഷ്യൻ തിരിച്ചു പോകും. അത് അവരുടെ മാത്രമല്ല, നമ്മുടെയും കാര്യം അത് തന്നെയാണ്. അഫലാ യഅഖിലൂൻ, എന്തേയും മനുഷ്യന്മാർ ആലോചിക്കാത്തത് എന്നുകൂടി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ ആദ്യത്തെ പരിഗണന പേരക്കുട്ടികളെ കളിപ്പിക്കാൻ, പിന്നെ നോക്കാനും അവരെ കാര്യങ്ങൾ നോക്കാനും അവരെ കളിപ്പിക്കാനും ഒരാള് എന്നതിനപ്പുറത്ത്, അങ്ങനെയാണല്ലോ ഇപ്പോൾ ഉള്ളത് മിക്ക കുടുംബങ്ങളിലും. എന്നിട്ട് നമ്മൾ പറയുന്നത്, ഈ കുട്ടികൾക്കൊക്കെ വല്യപ്പാരോടും വല്യന്മാരോടാണ് കൂടുതൽ അടുപ്പം. എന്തുകൊണ്ടാണ്? അവർക്ക് വേറെ പണിയൊന്നുമില്ല. അവരുടെ മനസ്സിൽ ആ പഴയ കൃപ, നമ്മളോടുണ്ടായിരുന്ന കൃപ കൂട്ടിച്ചേർത്ത് അവരവരുടെ മക്കൾക്ക്, പേരമക്കളിലേക്ക് കൈ കൊടുക്കുന്നു. നമ്മളാണെങ്കിൽ പേരക്കുട്ടികളെ നോക്കാൻ ഒരാൾ എന്ന രൂപത്തിൽ അവരെ അവഗണിക്കുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് നമ്മുടെ വീട്ടിലെ പ്രഥമ പരിഗണന അവരാവണം. അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് കഴിഞ്ഞു മതി എൻ്റെ ആവശ്യമെന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞു മതി എൻ്റെ മക്കളുടെ ആവശ്യം, എൻ്റെ ഭാര്യയുടെ, ഇണയുടെ, ഭർത്താവിൻ്റെ ആവശ്യം. ഇവരാണ് ഇവിടുത്തെ ആദ്യത്തെ ആളുകൾ. ഇവരുടെ വിയർപ്പാണ് ഞാൻ. ഇവരുടെ വിയർപ്പിൽ കെട്ടിപ്പൊക്കിയ വീടാണിത്. ഇവർ സമ്പാദിച്ച പറമ്പിലാണ് എൻ്റെ വീട് നിൽക്കുന്നത്. ഇവർ പഠിപ്പിച്ചുണ്ടാക്കിയ ഉദ്യോഗത്തിലാണ് ഞാനിപ്പോൾ അഭിരമിക്കുന്നത്. ഇവരില്ലെങ്കിൽ ഞാനില്ല. ഇവരിലൂടെയാണ് റബ്ബെന്നെ ഇവിടെ ഈ കോലത്തിലാക്കി വെച്ചത് എന്ന് തിരിച്ചറിവുണ്ടാക്കിയെടുക്കാൻ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിന റഹ്മ എന്ന് പറഞ്ഞതിന്റെ മുമ്പെന്താണ്? വലാ തഖുൽ ലഹുമാ ഉഫിൻ. അല്ലേ? അവരോട് ഛേ എന്ന് പോലും നിങ്ങൾ പറയരുത്. വലാ തൻഹർഹുമാ, അവരെ വെറുപ്പിക്കരുത്. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിന റഹ്മ. പോരാ, അതിനപ്പുറം അവരെ നിങ്ങൾ കാത്ത് രക്ഷിക്കണം. അവരുടെ കൈപിടിക്ക വീഴാതെ നോക്കാൻ, നമ്മളെ വീഴാതെ നോക്കിയതുപോലെ അവരെ വീഴാതെ നോക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നേരത്തിന് ഗുളിക നമുക്ക് മരുന്ന് തരാൻ അവർ കാണിച്ച ആ ഒരു ശുഷ്കാന്തി അവരുടെ കാര്യത്തിൽ നമുക്കുണ്ടാവേണ്ടതുണ്ട്. വിശക്കുന്നതിന് മുമ്പ് ഭക്ഷണം തയ്യാറാക്കി നമ്മളെ പിടിച്ചുകൊണ്ടുപോയി ഭക്ഷിപ്പിച്ചിരുന്ന ആ സാഹചര്യം അവർക്ക് തിരിച്ചു കിട്ടേണ്ടതുണ്ട്. മോമിനിങ്ങളെ, പണ്ട് നമ്മളിങ്ങനെയായിരുന്നു, ഇപ്പോഴവരാണ് അങ്ങനെ എന്ന് മാത്രമാണ് അതിന്റെ വ്യത്യാസമുള്ളൂ. ഇവിടെ കിട്ടിയത് ഇവിടെ തന്നെ തിരിച്ചതിന്റെ മാന്യമായ രൂപത്തിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ഇലയിൽ മസീർ എന്നത് ഭീഷണിയായി നിലനിൽക്കുമെന്നറിയുക. അതല്ല, അത് അവനവന്റെ കഴിവിന്റെ പരമാവധി കൊടുത്ത് അവരുടെ തൃപ്തിയും പൊരുത്തവും എന്ന മലപ്പുറം ഭാഷ ഇതൊക്കെ വാങ്ങിയിട്ടാണ് ഇവിടുന്ന് മരിക്കാൻ പോകുന്നതെങ്കിൽ ഇലയിൽ മസീർ, നീ ഭയപ്പെടണ്ട, എന്റെ അടുത്തേക്കല്ല വരുന്നത്, ഞാൻ ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ, നിന്നിൽ ഞാൻ സംപ്രീതനാണ് എന്ന ചിന്തയും സന്ദേശവും ആ ഒറ്റ പദത്തിലുണ്ട് എന്ന് തിരിച്ചറിയുക. അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായി, മാതാപിതാക്കളുടെ ഇഷ്ടക്കാരായി, വാർദ്ധക്യത്തിലെത്തിയ ആളുകളുടെ ഇഷ്ടക്കാരായി ജീവിക്കാനും അവരെ പരിചരിച്ച് പരിപാലിച്ച് അവരെ ആദരിച്ച് ബഹുമാനിച്ച് അവരുടെ തൃപ്തിയും കൃപയും കൂടി നേടി ദുനിയാവിനോട് വിട പറയാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു തരത്തിലുള്ള അപമാനബോധമോ നിസ്സഹായാവസ്ഥയോ നിസ്സാരതാബോധമോ ഇല്ലാതെ അന്തസ്സോടെ പ്രവാചകന്മാരുടെ ജീവിതകാലവും അവരുടെ കർമ്മമണ്ഡലത്തിന്റെ അവസാന ഭാഗവും ഒക്കെ ഓർത്ത് അഭിമാനബോധത്തോടു കൂടി ജീവിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട നമ്മളുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കൾക്കും നാട്ടിലെ ഓരോ പ്രായമായവർക്കും അല്ലാഹുവേ നാഥ തൗഫീഖ് നൽകണമേ റഹ്മാനെ. ഞങ്ങളെ രണ്ടു വിഭാഗത്തെയും പരസ്പരം സ്നേഹത്തിലും കാരുണ്യത്തിലും ആദരവിലും ബഹുമാനത്തിലും അലിവിലും കൃപയിലും ഒരുമിപ്പിക്കുകയും സ്വർഗലോകത്ത് ഞങ്ങളെ ഇരുകൂട്ടരെയും ഞങ്ങളുടെ കുടുംബസമേതം ഒരുമിപ്പിക്കുകയും ചെയ്യണമേ റഹ്മാനെ. മാതാപിതാക്കളോട് വന്ന വീഴ്ചകൾക്ക്, ഞങ്ങളിൽ നിന്ന് വീഴ്ചകൾക്ക് മാപ്പ നൽകണമേ റഹ്മാനെ. അവർക്ക് ഞങ്ങളോട് ഞങ്ങൾ നൽകാനുള്ളത് മുഴുവനും അതിൻ്റെ ഇരട്ടിയായി പ്രായശ്ചിത്തത്തോടു കൂടി തിരിച്ചു നൽകാനുള്ള തൗഫീഖ്, മാനസികമായ ഈമാൻ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അർഹമുർ-റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ പേരമക്കളെ, ഞങ്ങളുടെ ഈണകളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ അവരെ നിന്റെ ഇഷ്ടക്കാരായി വളർത്തുകയും മരിപ്പിക്കുകയും ചെയ്യണമേ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളുടെ കൺമണികളായ, കണ്ണിന്റെ കുളിർമയായ മക്കളോടും ഇണകളോടും മാതാപിതാക്കളോടും ഒപ്പം ഞങ്ങൾ ഒരുമിപ്പിക്കണമേ റഹ്മാനെ. ചെറുതും വലുതുമായ എല്ലാ വിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ നാട്ടിലെ മുഴുവൻ വാർദ്ധക്യത്തിലെത്തിയവരെയും രക്ഷിക്കണമേ റഹ്മാനെ. സാലിഹായ ഉദ്ദേശങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നിറവേറ്റി തരയണമേ റഹ്മാനെ.
അമൽ സ്വാലിഹാത്തുകളിൽ മുഴുകി തൗഹീദും സുന്നത്തും ഉൾക്കൊണ്ട് ജീവിക്കാൻ, ഇബാദത്തുകളിലൂടെ നിന്നോട് കൂടുതൽ കൂടുതൽ അടുക്കാൻ, ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള സമയത്ത് നിന്റെ അടുത്തേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബൗനാ സഗീറാ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബൗനാ സിഗാറാ. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أحينا مسلمين وأمتنا مسلمين والحقنا بالصالحين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم قاتل الكفرة اليهود. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. وصلى الله وسلم على محمد.